ഒപ്പം എങ്ങനെയാണ് കേരളത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വാർത്ത, കരുവാറ്റയിലെ കൊലപാതക വാർത്ത എത്ര കണ്ട് ഗൗരവത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യണം? ആ കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. വിനോദ് കൂടിയുണ്ട് എനിക്കൊപ്പം. വിനോദ്, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകം എന്നത് നേരിട്ട് കൊലപ്പെടുത്താൻ പോയതാവില്ല. ഒരുപക്ഷെ മോഷണ ശ്രമമായിരിക്കാം ലക്ഷ്യം, പണം തട്ടിയെടുക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ അത് കൊലപാതകത്തിലേക്ക് എത്തി. പക്ഷേ കൊല നടത്തിയതിന് ശേഷം നടന്ന കാര്യങ്ങൾ, അടുക്കളയിലെത്തി മുളകുപൊടി എടുക്കുക, അവിടെ മുഴുവൻ വിതറുക. അതായത് ക്രിമിനൽ സംഘം എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെയാണ് തെളിവ് നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ അവിടെ നടന്നു എന്നതാണ് സംഭവിക്കുന്ന കാര്യം. ഏറെ ഗൗരവത്തോടെ ഈ കൗമാര സംഘത്തിന് എന്തു പറ്റുന്നു എന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടേ? എന്താണ് ഈ സംഭവിക്കുന്നത്? സൈത്ത്, സമീപകാലത്തെ ഈ കുറ്റകൃത്യങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഇങ്ങനെ ഒരു കേസ് വളരെ അപൂർവമാണ്. അങ്ങനെ ഈ കുറ്റവാളികൾ ഒരു കൊലപാതകം നടത്തുക എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല. പലപ്പോഴും മോഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ അടിപിടി സംഭവിക്കാറുണ്ട്. മലപ്പുറത്ത് ഈ സഹപാഠികൾ ചേർന്ന് മർദ്ദിക്കുകയും ഒരു കുട്ടി കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം അടുത്തിടെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇടുക്കിയിൽ നടന്ന ഒരു കൊലപാതകത്തിൽ 2 പേർ മൈനറായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഈ കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലത്തേക്കാണ് അയച്ചത്. പിന്നീട് ഈ കേസിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുടെ രേഖകൾ പരിശോധിക്കുമ്പോഴാണ് കുട്ടികളാണെന്നുള്ള കാര്യം മനസ്സിലായത്. പക്ഷേ അതും ഒരു പ്രകോപനത്തിൻ്റെ പേരിലുണ്ടായതാണ്. ഈ കൊലപാതകങ്ങൾ 2 ഞാൻ ഈ പറഞ്ഞ 2 പെട്ടെന്നൊരു പ്രകോപനത്തിൻ്റെ പേരിലുണ്ടായതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ആലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത് പണത്തിന് വേണ്ടി ഒരു കവർച്ച നടത്താൻ വേണ്ടി ഒരാളെ കൊലപ്പെടുത്തുക, അതും അടുത്ത ബന്ധു ഉൾപ്പെടെ കൊട്ടേഷൻ നൽകിക്കൊണ്ട്. 13 വയസ്സുള്ളൊരു കുട്ടിയാണ് ഇതിൽ കൊട്ടേഷൻ നൽകിയിരിക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ ഒരു ഗൗരവം വർദ്ധിക്കുന്നത്. കാരണം നിയമത്തെക്കുറിച്ച് യാതൊരുവിധ ധാരണയും ഇല്ലാത്ത കുട്ടികളാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയിരിക്കുന്നത്. കാരണം പോലീസ് ഇവരെ പിടിക്കുമെന്നോ അല്ലെങ്കിൽ ഇതിന് ശേഷം വരാൻ പോകുന്ന മറ്റ് പ്രത്യാഘാതം എന്തെന്നോ ഒന്നും തന്നെ ഒരുപക്ഷെ അതിൻ്റെ ഗൗരവം ഈ കുട്ടികൾക്ക് എത്രമാത്രം അറിയാം എന്നതിൽ സംശയമുണ്ട്. ഈ പുതിയ കാലഘട്ടത്തിൻ്റെ അങ്ങനെ ഒരു വഴിയിൽ തന്നെയാണ് നമ്മളിത് ചിന്തിക്കേണ്ടതും. കാരണം ലഹരിയുടെ ഉപയോഗം അതിന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, ഈ കുട്ടികൾ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഇതെന്തിനീ കൊലപാതകം നടത്തി അതിൻ്റെ മോട്ടീവ് പരിശോധിക്കുമ്പോഴാണ് അത് മൊബൈൽ വാങ്ങാനും ബൈക്ക് വാങ്ങാനും വേണ്ടിയാണ്, ഇങ്ങനെ അതിനുള്ള പണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്രൈം ചെയ്യുന്നത്. ഇത് കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ആ സാഹചര്യം പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. കാരണം മൃതദേഹം വിവസ്ത്രമായിരുന്നു, മുളകുപൊടി എടുത്തിട്ടുണ്ട് അവർ. മാത്രമല്ല, കൈകാലുകൾ ബന്ധിച്ച അവസ്ഥയിലായിരുന്നു. തീർച്ചയായും കഴുത്ത് ഞെരുക്കിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്, ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കൊലപാതകം നടത്തി പണമെടുക്കുക എന്ന ഒരു നില തന്നെയാണ്. കാരണം അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഗൃഹനാഥന് അറിയാം ഇതാരാണ് ചെയ്യുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല വ്യക്തത ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പിന്നീട് ആ വ്യക്തി ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതാണ് ഒരുപക്ഷെ ഈ കുറ്റവാളികളെ ഭയപ്പെടുത്തിയത്. പക്ഷേ കുറച്ചുകൂടി വിശാലമായി അവർ അത് ചിന്തിച്ചില്ല എന്നത് തന്നെയാണ്. പോലീസിനെ കുറിച്ചോ അതിൻ്റെ നിയമ വഴികളെക്കുറിച്ചോ ചിന്തിച്ചില്ല എന്നതാണ്. മറ്റൊരു കൊലപാതകം പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്, ഒരു 12 വയസ്സുള്ള കുട്ടി 3 വയസ്സുള്ള കുഞ്ഞിനെ, അത് കഴിഞ്ഞ വർഷമാണ് കിണറ്റിലിട്ടത്. നേരത്തെ ഒരു സിനിമ ആ തരത്തിൽ വന്നിട്ടുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാത്തതിനെ തുടർന്ന് ഈ ഇളയ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം, ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ സമീപകാലത്ത് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഗ്രീഷ്മയുടെ കേസാണ്. അതായത് ഈ എലിവിഷം കൊടുത്ത് ഷാരോണിനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മയുടെ കേസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. പിന്നീട് വധശിക്ഷ ഉൾപ്പെടെ കോടതി വിധിക്കുന്ന നിലയിലും പിന്നീട് ഗ്രീഷ്മ ജയിലിൽ പരീക്ഷ എഴുതുന്ന വാർത്തകളും ഒക്കെ തന്നെ ഏറ്റവും ഒടുവിൽ വന്നു. പക്ഷേ ഒരു വിദ്യാഭ്യാസമുള്ള വളരെ പ്രായം കുറഞ്ഞ ഒരാൾ ചെയ്യുന്ന ഒരു ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യം എന്ന് തന്നെയാണ് അതിനെ അന്ന് വ്യാഖ്യാനിച്ചത്. അതായത് തുടരെ ഈ വധശ്രമങ്ങൾ, ഒരു തവണ കഷായം കൊടുക്കുന്നു, അതിൽ മരിക്കുന്നില്ല, കീടനാശിനി കൊടുക്കുന്നു, കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുക്കുന്നു, ജ്യൂസിൽ കൊടുക്കുന്നു, പലയിടങ്ങളിലായി കൊണ്ടുപോയി കൊടുക്കുന്നു. അങ്ങനെ ഘട്ടമായി, അതായത് ഒരു പ്രകോപനത്തിൻ്റെ പേരിൽ സംഭവിക്കുന്നതല്ല, മറിച്ച് പ്രകോപനം ഉണ്ടെങ്കിൽ പോലും അത് കരുതിയിരുന്ന് പലപ്പോഴായി ഒരു ഗൂഢാലോചനയുടെ സ്വഭാവത്തിൽ തന്നെ പലപ്പോഴായി ഈ വിഷം നൽകാനുള്ള ഒരു ടെൻഡൻസി കാണിച്ച ഒരു കേസ്. അത് അങ്ങനെ പ്രായം കുറഞ്ഞ ഒരു പ്രതിയാണ്. പിന്നെ ഈ എലത്തൂർ നലബരിയൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ മന്ത്രവാദവും ആയി ബന്ധപ്പെട്ടതാണ്. അത് പ്രായമുള്ള ആളുകളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയൊക്കെ നമ്മൾ ഞെട്ടിച്ച നിരവധി കേസുകളുണ്ട്. ഇപ്പോൾ കൂടത്തായി കേസിലൊക്കെയും അങ്ങനെ തന്നെയാണ്. ഈ വിഷം കൊടുക്കുമ്പോൾ അത് ജോളി പ്രായമുള്ള ഒരാളാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്നത്
ഇതെല്ലാം തന്നെ കുട്ടികളാണ് എന്നതാണ്. മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഒരുപക്ഷെ ആലപ്പുഴയിൽ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. നമുക്കറിയാം ഈ സ്ത്രീകളെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം, അത് ഇപ്പോഴും ആ അന്വേഷണം തുടരുകയാണ്. പക്ഷേ അവിടെയൊക്കെ തന്നെ ഈ പ്രതികൾക്ക് ഇതിൻ്റെ തെളിവ് നശിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്താനറിയാം. ആ തരത്തിൽ അവർ തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഈ കൊലപാതകം നടത്തി, ആലപ്പുഴയിലെ കൊലപാതകം നടത്തി കൊല്ലത്തേക്ക് യാത്ര ചെയ്യുന്നു. ഒരു ജില്ല അവർ മാറുന്നു എന്നതിനപ്പുറത്തേക്ക് തെളിവ് നശിപ്പിക്കലിൻ്റെയോ മറ്റ് സാധ്യതകളോ ഒന്നും തന്നെയില്ല. മാത്രമല്ല ഈ ടെക്നോളജി സംബന്ധിച്ചുള്ള അജ്ഞതയും ഒക്കെ ഉണ്ട്. ഈ കൊലപാതകം നടത്തുമ്പോൾ അത് വീഡിയോ കോൾ വിളിക്കുകയും അത് കാണിച്ചു കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. സ്വാഭാവികമായും പോലീസിന് ഇതെല്ലാം കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഈ പണത്തിന് വേണ്ടി കുട്ടികൾ ഒരു ക്രൈമിലേക്ക് ചെന്ന് വീഴുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ കുട്ടികളുടെ പശ്ചാത്തലം കൂടി നമ്മൾ വിനോദ് അത് തന്നെ നമുക്ക് നോക്കാം. വിനോദിലേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.